Hi DSK Platinum, this is me, your friend Selvakumar. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു സ്റ്റാറ്റസ്, എൻ്റെ ഒരു സുഹൃത്ത് വെച്ച ഒരു സ്റ്റാറ്റസ് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കി. അപ്പോൾ ആ ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു വാർത്തയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത്. സോ ആ വാർത്ത എന്താണെന്നല്ലേ? അതിനു മുമ്പ് നമ്മുടെ SK പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. പിന്നെ അതുപോലെ തന്നെ താഴെ ഒരു ബെല്ലൈക്കൺ കാണും, അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിതം ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വാർത്ത അട്ടപ്പാടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. പ്രത്യേകിച്ചും അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരിയായ ഒരു യുവതിയെ പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം അട്ടപ്പാടി വിസിറ്റ് ചെയ്ത സമയത്ത് നേരിട്ട് അഭിനന്ദിക്കുന്ന ഒരു ഫോട്ടോയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. വാർത്ത ഫുള്ളും വായിച്ചു നോക്കി. ഏത് പത്രമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു പീസ് ഓഫ് പേപ്പറാണ്, അത് കട്ടിങ്സ് ആണ്, അതിലാണ് വാർത്ത കണ്ടത്. അപ്പം അത് വാർത്ത വായിച്ചു നോക്കിയപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്ത് നമ്മൾ അട്ടപ്പാടിക്കാരനായതുകൊണ്ടും പിന്നെ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാർത്ത കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത്. അതാണ് ആക്ച്വലി ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. അട്ടപ്പാടിയിലെ പുതൂര് പഞ്ചായത്തിലെ ഇലച്ചിവഴി ഊരിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ IS സീതാദേവി. അദ്ദേഹം അട്ടപ്പാടിയിൽ തന്നെ ആദ്യത്തെ സിദ്ധ ഡോക്ടറാകുന്ന വ്യക്തിയാണ്. പിന്നെ സീതാദേവി 2019 തിരുവനന്തപുരത്ത് BSMS ബിരുദം കംപ്ലീറ്റ് ആക്കുകയും തുടർന്ന് PSC എഴുതി PSC റാങ്ക് ലിസ്റ്റിൽ നിലവിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല റാങ്ക് ലിസ്റ്റിലുള്ള ഏക വ്യക്തിയും ഇദ്ദേഹമാണ്. PSCയിൽ ഒഴിവുകൾ കുറവായതുകൊണ്ട് തന്നെ നിയമനങ്ങൾ നടന്നിട്ടില്ല. സോ PSC നിയമനം കിട്ടുന്നത് വരെ പഠിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്നതിനും വരുമാനം കണ്ടെത്തുന്നതിനും അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഒരു കെട്ടിടം നമ്മുടെ അകളിലുണ്ട്. അവിടെ ഒരു റൂം വാടകയ്ക്ക് എടുക്കുകയും സ്വന്തമായിട്ട് ക്ലിനിക് ആരംഭിക്കുകയും അവിടെ സിദ്ധവൈദ്യം പ്രാക്ടീസ് ചെയ്തു വരികയുമാണ് നിലവിൽ IS സീതാദേവി ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കാൻ വേറൊരു വൈദ്യനും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് CP ജോസ് വൈദ്യർ എന്നാണ് പോലും. അപ്പൊ ഈ ഒരു വാർത്ത അറിഞ്ഞ് ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അട്ടപ്പാടിയിലേക്ക് നമ്മുടെ പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു അദ്ദേഹം വിസിറ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തെ നേരിട്ട് അഭിനന്ദിക്കുന്ന ഒരു ഫോട്ടോയാണ് ആക്ച്വലി നമ്മൾ പത്രത്തിൽ കണ്ടത്. ഇതാണ് ആക്ച്വലി വാർത്ത എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ വർഷവും പുതിയ പുതിയ യുവാക്കൾ വിദ്യാഭ്യാസ പഠനം പൂർത്തിയാക്കിയിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷെ ഈ പുറത്തിറങ്ങുന്ന ഈ ലക്ഷക്കണക്കിനായിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ ഈ ജോലികൾ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും പല വാർത്തകളിലൊക്കെ കേൾക്കുന്നതാണ്. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ബട്ട് അതിൽ കുറച്ച് ആൾക്കാർ എന്തായാലും ഈ PSC ഒക്കെ എഴുതിയിട്ട് കുറച്ച് ആൾക്കാർക്ക് സർക്കാർ ജോലി കിട്ടുന്നുണ്ട്. കുറച്ച് ആൾക്കാർ സർക്കാർ ജോലിയിലെ താൽക്കാലിക ഒഴിവുകളിലൊക്കെ കയറിയിട്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ബട്ട് അതേസമയത്ത് പ്രൈവറ്റിലും അതുപോലെ തന്നെയാണ്, കുറച്ച് ആൾക്കാർക്ക് അവിടെയും ജോലി കിട്ടുന്നുണ്ട്. ഇതിൽ വളരെ കുറഞ്ഞൊരു ശതമാനം ആൾക്കാരാണ് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് മീൻസ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. മെജോറിറ്റി ആൾക്കാരും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിൽ PSC വേണം എന്ന് വിചാരിച്ചുകൊണ്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ PSC ജോബ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നും വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ട്രൈ ചെയ്യുന്നവരായാലും എങ്ങനെയെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഒരുപാട് ശ്രമിച്ചെങ്കിൽ പലപ്പോഴും കിട്ടാത്ത അവസ്ഥകളുമുണ്ട്. അതുപോലെ തന്നെ കിട്ടുന്ന അവസ്ഥകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഒന്ന് മനസ്സിലാക്കുക, PSC ആയാലും ഇല്ലെങ്കിൽ മറ്റ് ജോലി ആയാൽ പോലും
നമുക്ക് അത് ചിലപ്പോൾ സമയമെടുക്കാം കിട്ടുന്നതിന്. പക്ഷേ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്നുണ്ട്, ചില ആൾക്കാർക്ക് വൈകും. അങ്ങനെ ആകുന്ന സമയത്ത് പൊതുവേ നമ്മുടെ സമയം പലപ്പോഴും നമ്മൾ വേസ്റ്റ് ആക്കാറുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അത് ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ എന്താ പറയാ, ഇപ്പൊ PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരെ, ഇല്ലെങ്കിൽ മറ്റു ജോലിക്കായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരായാൽ പോലും നിങ്ങൾ മറ്റു ജോലിക്കൊക്കെ പോയിട്ട് വരുമാനങ്ങൾ കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അത്തരത്തിൽ ശ്രമിക്കുക. പിന്നെ PSC ഇല്ലെങ്കിൽ മറ്റു ജോലികളൊന്നും വേണ്ട, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിന് വെയിറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ സ്വന്തമായിട്ട് ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് സ്വന്തമായിട്ട് നമുക്ക് എന്താ പറയുക, ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ. സോ നമ്മുടെ പാഷൻ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക. പാഷൻ എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്ന സമയമാണ്. അത് താല്പര്യം ഏതിലാണോ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പൊതുവെ നമുക്ക് പാഷനായിട്ട് ഉണ്ടാവുക. ചില ആൾക്കാർക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാട്ട് പാടാനോ, ഡാൻസ് കളിക്കാനോ, യാത്രകൾ പോകാനോ, ഇല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഡിവൈസസ്, മൊബൈൽ പോലുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. സോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പുതിയതായിട്ടുള്ള ക്രിയേറ്റിവിറ്റീസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ അത്തരത്തിൽ പോകാൻ പറ്റും. പിന്നെ കൃഷി ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ആൾക്കാരൊക്കെ കൃഷി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് റിസർച്ച് ചെയ്ത് നമ്മുടെ കൃഷി രീതികളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫീൽഡുകളിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് ആക്ച്വലി വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത്. കാരണം അത് നമ്മുടെ സ്കിൽ ബേസ്ഡ് ആണ്. സോ അത്തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ ഇമ്പ്രൂവ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മളായിരിക്കും മാസ്റ്റർ. സോ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഈ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ നമ്മളെ കണ്ടിട്ട് വേറെയും കുറെ ആൾക്കാർ ഇൻസ്പയർഡ് ആയി അവരുടെ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കാനും ചാൻസസ് ഉണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ സൊസൈറ്റിയിൽ. സോ ഇതൊരു നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോഴൊക്കെ അവസരങ്ങൾക്ക് കാത്തിരിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം എന്നാണ് ഞാൻ കാണുന്നത്. സോ അത്തരത്തിലൊക്കെ ചിന്തിക്കുക, ചെയ്യുക കേട്ടോ. ഇത് തന്നെ ആയാലും നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് വാട്ട് എവർ യു വാണ്ട് എന്നത്. സോ യു ഡിസൈഡ്. ഈ ഒരു വാർത്തയിൽ പോലും ഡോക്ടർ IS സീതാദേവി അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി കിട്ടുമ്പോൾ കിട്ടട്ടെ, ബട്ട് അതിനു മുമ്പ് അദ്ദേഹം ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ സ്വന്തമായിട്ട് അവസരം മീൻസ് ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു ക്ലിനിക്ക് തുടങ്ങുക എന്നുള്ളത് ഒരു വരുമാനത്തിനുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. സോ സ്വന്തമായിട്ട് തുടങ്ങുകയാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ അപ്രീഷിയേറ്റഡ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. സോ ആ ഒരു സമയത്തിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ആക്ച്വലി കൊടുക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ്. ഇപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ പൊതുവേ നമ്മൾ ഈ ചരിത്രമൊക്കെ നോക്കി കഴിയുമ്പോൾ പണ്ടൊക്കെ അവരുടെ സ്വാതന്ത്ര്യം അന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത്. ബട്ട് ഓരോ കാലഘട്ടത്തിന് ശേഷം അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബട്ട് ഇന്നത്തെ കാലഘട്ടത്താണെങ്കിൽ കുറച്ചും കൂടി അവരുടെ ഫ്രീഡം അവരെ അനുഭവിക്കുന്നതിന് സൊസൈറ്റി അനുവദിക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണെങ്കിൽ പോലും പലപ്പോഴും പല സ്ഥലങ്ങളിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സോ അതൊക്കെ തിരിച്ചറിഞ്ഞ് തീർച്ചയായിട്ട് വുമൻസ് കൂടുതൽ മുമ്പോട്ട് വന്ന് എന്താ പറയുക എംപവർ ആവുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ ഒരു നിമിഷം പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പൊതുവേ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ പോലും സാമ്പത്തികം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
സോ ആ ഒരു കാര്യത്തിലാണ് പലപ്പോഴും നമ്മൾ തഴഞ്ഞു പോകുന്നത്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും, ദിസ് ഈസ് ലൈഫ്. സോ അതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരിക എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. മാത്രമല്ല, മെയിൽ ആയാലും ഫീമെയിൽ ആയാലും സാമ്പത്തികമായിട്ട് സ്വാതന്ത്ര്യം നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിക്കോസ് ലൈഫ്. സോ ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക, അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പലർക്കും സാമ്പത്തികം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ ഒന്ന് മനസ്സിലാക്കുക, നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്, നമുക്ക് കഴിവുകളുണ്ട്. ആ കഴിവുകൾ തിരിച്ചറിയുക, എന്നിട്ട് മുമ്പോട്ട് വരിക, ശ്രമിക്കുക. എന്തായാലും നമുക്ക് നല്ലൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. സോ ട്രൈ ചെയ്യുക, കോൺഫിഡൻ്റ് ആയി ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഒരു നിമിഷം പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ IS സീതാദേവി, അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലി അറിഞ്ഞുകൂടാ. ഞാൻ ഒരു വാർത്ത കണ്ടിട്ട് വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും അദ്ദേഹം സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗ്രേറ്റ് വർക്ക് അദ്ദേഹത്തിനും. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും വിഷസ്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.